നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയ്ക്ക് പുതിയ സാരഥി. 49ാമത് കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു. ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് വിനോദത്തിനും ചികിത്സയ്ക്കുമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ അനൂപ് PT തെരഞ്ഞെടുക്കപ്പെട്ടു. അനൂപിന് ലഭിച്ചത് 7 വോട്ടുകൾ. ഈരാറ്റുപേട്ട മൂന്നിലവ് കടവുപുഴയിൽ വിനോദസഞ്ചാരിയായ യുവാവ് മുങ്ങിമരിച്ചു. മരിച്ചത് കൊല്ലം കല്ലട സ്വദേശി അഖിൽ. മൃതദേഹം പാലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയത്തിന്റെ പുതിയ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു. ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് വിനോദത്തിനും ചികിത്സയ്ക്കുമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് ചുമതലയേറ്റ ശേഷം ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയത്തിന്റെ 49ാമത് ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു. കളക്ടറേറ്റിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ്, സബ് കളക്ടർ D. രഞ്ജിത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A. അരുൺകുമാർ, ശിരസ്താദാർ SN അനിൽകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ADMൽ നിന്നാണ് ജോൺ വി സാമുവൽ ചുമതലയേറ്റത്. 2015 IAS ബാച്ചുകാരനാണ് തിരുവനന്തപുരം സ്വദേശിയായ ജോൺ വി സാമുവൽ. പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമിതനായത്. ആലപ്പുഴ ജില്ലാ കളക്ടർ, ഭൂജല വകുപ്പ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ അനൂപ് PT തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിയിലെ മുൻധാരണ പ്രകാരം CPMലെ ശ്രീജിത്ത് TS രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയ സാരഥിയെത്തി. CPIയിലെ അനൂപ് PT പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടിംഗിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. LDFിൽ നിന്നും അനൂപും BJPയിൽ നിന്നും രാധാകൃഷ്ണൻ P.യുമായിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. LDFിലെ 7 അംഗങ്ങളും അനൂപിന് വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് 3 വോട്ടുകൾ ലഭിച്ചു. UDFിലെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പാർട്ടിയുടെ മുൻധാരണ പ്രകാരം CPMലെ ശ്രീജിത്ത് TS രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. LDF 7, BJP 3, UDF 2 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. ന്യൂസ് ബ്യൂറോ, മണിമല. ഈരാറ്റുപേട്ട മൂന്നിലവിൽ കടവ് പുഴയിൽ വിനോദസഞ്ചാരിയായ യുവാവ് മുങ്ങിമരിച്ചു. കല്ലട സ്വദേശി അഖിലാണ് മരിച്ചത്. ഈരാറ്റുപേട്ട മൂന്നിലാവിൽ കടവുപുഴയിൽ യുവാവ് മുങ്ങിമരിച്ചു. കൊല്ലം കല്ലട സ്വദേശി അഖിലാണ് മുങ്ങിമരിച്ചത്. 27 വയസ്സായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. സുഹൃത്തുക്കളായ 5 പേരോടൊപ്പം ഇല്ലിക്കൽക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മൂന്നിലാവ് കടവുപുഴ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. PSC കോച്ചിംഗ് സെന്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഖിൽ. ഈരാറ്റുപേട്ടയിൽ നിന്നും ഫയർഫോഴ്സും നന്മക്കൂട്ടം ടീമും എമർജൻസി പ്രവർത്തകരും എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം പാലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലാ. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരക്കേറുന്നു. ഈ മാസം 28-നാണ് പ്രധാന തിരുനാൾ. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാൾ ദിനങ്ങളിൽ കബറടത്തിങ്കൽ തിരക്കേറുന്നു. 28-നാണ് പ്രധാന തിരുനാൾ. ഈ മാസം 19-നാണ് തിരുനാൾ ആരംഭിച്ചത്. തിരുനാൾ ദിനങ്ങളിൽ 11:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് വിവിധ പിതാക്കന്മാർ നേതൃത്വം നൽകുന്നുണ്ട്. രാവിലെ 5:30, 6:45, 8:30, 10 മണി, ഉച്ചകഴിഞ്ഞ് 2:30, വൈകുന്നേരം 4, 5, 7 സമയങ്ങളിലാണ് വിശുദ്ധ കുർബാനയും നോവേനയും നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6:15 നടക്കുന്ന ജപമാല പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളാനും ആയിരങ്ങളാണ് എത്തുന്നത്. കബറടത്തിങ്കൽ അൽഫോൻസാമ്മയെ വണങ്ങാനും നേർച്ചകൾ അർപ്പിക്കാനും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. വനിതാ കൂട്ടായ്മയിൽ കനിവിൻ കരങ്ങൾ എന്ന സ്ഥാപനം പള്ളിക്കത്തോട്ടിൽ പ്രവർത്തനം തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയ ഹാൻഡ്സ് ഓഫ് കമ്പാഷൻസ് എന്ന പ്രസ്ഥാനങ്ങളുടെ മാതൃകയിൽ കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം. സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കനിവിന്റെ ഉറവ വറ്റാത്ത ഒരു കൂട്ടം വനിതകളുടെ ഒത്തൊരുമയിൽ പള്ളിക്കത്തോട്ടിൽ കനിവിൻ കരങ്ങൾ എന്ന പേരിൽ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അടുക്കളപാത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങി നിരവധിയിനം സാമഗ്രികൾ ഇവിടെ ആവശ്യക്കാർക്കായി സൗജന്യമായി ലഭിക്കും. 2016-ൽ ഡോക്ടർ മിനീസ് അലർജി ക്ലിനിക്ക് ഉടമ ഡോക്ടർ മിനി എബ്രഹാമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഡോക്ടർ മിനീസ് ലേഡീസ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബിന് തുടക്കമിട്ടത്. ക്ലബ്ബിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് പള്ളിക്കത്തോട്ട്
പാറത്തോട് കയ്യൂരിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള കനിവിൻ കരങ്ങൾ എന്ന കട. വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയ ഹാൻഡ്സ് ഓഫ് കമ്പാഷൻ എന്ന പ്രസ്ഥാനങ്ങളുടെ മാതൃകയിലാണ് ജില്ലയിൽ ഇത്തരമൊരു സംരംഭം. കയ്യൂരിയിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകുന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സോടുകൂടി, സഹാനുഭൂതിയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, ത്യാഗമനോഭാവത്തോടുകൂടി ഇടപെടുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയും അതിൻ്റെ കാമ്പും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഏതാനും സഹോദരിമാർ ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. ആ നിലയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ഇതിൻ്റെ പ്രസിഡന്റ് ടീച്ചറെയും അതുപോലെ തന്നെ സെക്രട്ടറി ഡോക്ടറെയും ഉൾപ്പെടെ ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ കനിവിൻ്റെ കേന്ദ്രമായി നാളുകളിൽ ഉയർന്ന് വിജയകരമായി നടത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷനായി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J. പ്രമീളാദേവി മുഖ്യപ്രഭാഷകയായി. KFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ്, ബ്ലോക്ക് മെമ്പർ ജിജി അഞ്ചാനി, ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ, ഫാദർ കുര്യാക്കോസ് കടവും ഭാഗം, D. സേതുലക്ഷ്മി, ഡോക്ടർ ഭാനു അശോക്, ഡോക്ടർ മിനി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയാണ് പ്രവർത്തനം. ഒരാൾക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ അവസരമുണ്ടാവൂ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബാധിച്ച പൂജ ബൈജുവിനായി ചികിത്സാ സഹായ സമിതി 7,89,914 രൂപ സമാഹരിച്ചതായി ചികിത്സാ സഹായ സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യത്തിനുള്ള തുക ലഭിച്ചതിനാൽ ഗൂഗിൾ പേ അക്കൗണ്ട് നിർജീവമാക്കിയതായും ഇവർ പറഞ്ഞു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബാധിച്ച പൂജ ബൈജു എന്ന വിദ്യാർത്ഥിനിയെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച പൂജയ്ക്കായി ഒരുമിക്കാം ചികിത്സാ സഹായ സമിതി 7,89,914 രൂപ സമാഹരിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ നിന്ന് 40,000 രൂപ പൂജയുടെ അമ്മയുടെ അക്കൗണ്ടിൽ ചികിത്സയ്ക്കായി നൽകുകയും ചെയ്തു. ചികിത്സാ സഹായ സമിതി പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ, ട്രഷറർ KG രാജേഷ്, പൂജയുടെ അമ്മ മായ ബൈജു എന്നിവരുടെ പേരിലാണ് അക്കൗണ്ട്. 7 ലക്ഷം രൂപ ലക്ഷ്യം വെച്ചാണ് ചിറക്കടവ് പഞ്ചായത്ത് 6, 7, 8 വാർഡുകളിലും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 21 വാർഡിലുമായി ഫണ്ട് സ്വരൂപിച്ചത്. 7,89,914 രൂപ കണ്ടെത്താൻ സാധിച്ചതിനാൽ ഗൂഗിൾ പേ അക്കൗണ്ട് നിർജീവമാക്കിയതായി സംഘാടകർ അറിയിച്ചു. ചിറക്കടവ് പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ 21 വാർഡിലുമാണ് ഈ സംഘാടക സമിതി ഇതിനു വേണ്ടി ഫണ്ട് കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു. അതനുസരിച്ച് 7/7/24 ഞായറാഴ്ച സംഘാടക സമിതി രൂപീകരിക്കുകയും 14/7 ഞായറാഴ്ച ഫണ്ട് കണ്ടെത്തുകയും 21-ാം തീയതി ഇന്നലെ ഇതിൻ്റെ കാര്യങ്ങൾ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് 7 ലക്ഷം രൂപ എന്ന നിലയ്ക്കാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും 7,89,914 രൂപ നമ്മൾക്ക് ലഭിക്കുകയുണ്ടായി. ചികിത്സാ സഹായ സംഘാടക സമിതി പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ, വൈസ് പ്രസിഡന്റ് തോമസ് കുര്യൻ പൂതക്കുഴി, സെക്രട്ടറി K. ബാലചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉമ്മൻചാണ്ടി മാനവ സേവാ പുരസ്കാരം N. പീതാംബരക്കുറുപ്പിന് സമ്മാനിച്ചു. ആന്റണി MP പുരസ്കാരം കൈമാറി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ ഉമ്മൻചാണ്ടി മാനവ സേവാ പുരസ്കാരം മുൻ MPയും KPCC മുൻ വൈസ് പ്രസിഡന്റുമായ N. പീതാംബരക്കുറുപ്പിന് സമ്മാനിച്ചു. ആന്റണി MP പ്രശസ്തിപത്രവും പുരസ്കാരവും കൈമാറി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ പ്രസാദ് കൊണ്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC ഉപാധ്യക്ഷനുമായ AK ചന്ദ്രമോഹൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കാനം ശങ്കരപ്പിള്ള രചിച്ച വെള്ളാളക്കുലം പഴമയും പെരുമയും എന്ന പുസ്തകം N. പീതാംബരക്കുറുപ്പ് ആന്റണി MPക്ക് കൈമാറി പ്രകാശനം ചെയ്തു. ഉമ്മൻചാണ്ടി മാനവ സേവാ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ ടോമി മാങ്കൂട്ടം പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് V. സതീഷ് ചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് AS തോമസ്, മനോജ് തോമസ്, ബിനു മറ്റക്കര, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, AS കുഴിക്കുളം, സേവ്യർ മൂലകുന്ന്, K. രാജേന്ദ്രൻ, ശോഭ സലിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കവി AS കഴികുളം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിശുദ്ധിയുടെ കർമ്മയോഗി എന്ന കവിത
കവിത എഴുതി ചൊല്ലി. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ജനപ്രിയൻ എന്ന ഗാനത്തിന്റെ ശില്പികളായ വിനയകുമാർ, മാനസ, ളാക്കാട്ടൂർ പൊന്നപ്പൻ, ജെ. ജിജൻ, ടിജോ സേവ്യർ, ജോസഫ് തോമസ് തെങ്ങനാക്കുന്നൽ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാക്കിൽ സംക്രമ വാണിഭം തുടങ്ങി. കർക്കിടകം 1 മുതൽ 31 വരെയാണ് വാണിഭം. ഗ്രഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുമായി പാക്കിൽ സംക്രമ വാണിഭത്തിന് തുടക്കം. കർക്കിടകം 1 മുതൽ 1 മാസം നീളുന്ന നാട്ടുചന്തയാണ് പാക്കിൽ സംക്രമ വാണിഭം. കോട്ടയം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്താണ് കാലാകാലങ്ങളായി വാണിഭം നടത്തുന്നത്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ രണ്ടാമനായ പാക്കനാരുടെ ഓർമ്മ പുതുക്കുന്നതാണ് ഓരോ സംക്രമ വാണിഭവും. 1 മാസം നീളുന്ന നാട്ടുചന്തയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് എന്നതാണ് പ്രത്യേകത. പണ്ടുകാലത്ത് പഞ്ഞക്കർക്കിടകത്തിൽ ഉപ്പു മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഉത്സവമായിരുന്നു സംക്രമ വാണിഭം. കാർഷിക സമൃദ്ധിയുടെയും വാണിജ്യ വ്യാപാരത്തിന്റെയും ഉത്സവമായിരുന്നു. പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും കലം, മൺചട്ടി എന്നിവയും എന്നുവേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതായിരുന്നു സംക്രമ വാണിഭത്തിന്റെ പ്രധാന പ്രത്യേകത. കുട്ട, വട്ടി, ചിരട്ടത്തവി, തഴപ്പായ, ഈറ്റയിൽ നിർമ്മിച്ച മുറം, കുടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളും തൂമ്പ, അരിവാൾ, വെട്ടരിവാൾ തുടങ്ങിയ കാർഷിക ആയുധങ്ങളും സംക്രമ വാണിഭത്തിലുണ്ട്. ഇവ കൂടാതെ മൺചട്ടി, കൽച്ചട്ടി, ഉലക്ക, ചിരവ, അരകല്ല്, ആട്ടുകല്ല് എന്നിവയും പ്രകൃതിദത്തമായ കുടംപുളിയും വാളംപുളിയുമൊക്കെ ചന്തയിൽ വിറ്റിരുന്നു. വീട്ടുപകരണങ്ങളും തടിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകളും ലഭിക്കുന്ന ഇടമായിരുന്നു പാക്കിൽ സംക്രമം. വൈക്കം, തെള്ളിയൂർ, കാവാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത തൊഴിലാളികളാണ് വ്യാപാരത്തിന് എത്തിയിട്ടുള്ളത്. പണ്ടുകാലത്തത്രയും കാര്യമായ വിൽപ്പനയില്ലെങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ കച്ചവടക്കാർ ഇവിടെ വരും. പണ്ടുകാലത്ത് 2 മാസത്തോളം ഉത്സവമായിരുന്നുവെന്നും സംക്രമ വാണിഭം എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് ആശങ്കയുണ്ടെന്നും കച്ചവടക്കാരനായ മത്തായി പാക്കിൽ പറഞ്ഞു. പഴയ ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ 1-2 മാസം ഞങ്ങൾക്കിവിടെ ഉത്സവമാണ്. ആ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ അവിടുന്ന് കൊട്ടയും മുറവും അതുപോലെ അവിടെ വന്ന് വള്ളത്തെ വന്ന് ചാടിയിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഈ വണ്ടിയെല്ലാം വരുന്നത് ഈ പായയുടെയൊക്കെ മുകളിൽ കൂടെ നേരന്ന് കയറിയാണ് വരുന്നത്. പള്ളത്തിൽ നിന്ന് വരും, അതുപോലെ തന്നെ ഇവിടെ കാർമൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ബസ്സേ വന്ന് ഇവിടെ സാധനം ഇറക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മാസം ഇവിടെ ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടുകാർ, നമ്മുടെ ജില്ലയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഞങ്ങളിവിടെ പാർത്തിട്ടാണ് ഇവർ പോകുന്നത്. അതായത് ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വരെ അത് കണ്ടറിയിക്കാം. കാരണം ഇവിടെ ഫർണിച്ചർ 1 മാസം വേണ്ടി ഈ പറമ്പിലെല്ലാം ഫർണിച്ചർ കൊണ്ട് ചാടിക്കും. അത് റാന്നി പാപ്പച്ചന ചായൻ ഇവരൊക്കെ അവർക്കൊക്കെ ഒത്തിരി സാധനങ്ങളുള്ളതാണ്. ഇപ്പോൾ എന്നാ അവസ്ഥ, ഇത് വലിയ താമസമില്ലാതെ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉള്ള കാരണം ഇത് പെട്ടെന്ന് അങ്ങ് നിന്ന് പോകാനുള്ള സാഹചര്യമുണ്ട്. മൺചട്ടികൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന വേളാങ്കണ്ണിച്ചട്ടികൾ, ചീനച്ചട്ടി, ദോശക്കല്ല് എന്നിവയുടെ സ്റ്റാളുകളുമുണ്ട്. അടുക്കളയിലേക്ക് വേണ്ട സാധന സാമഗ്രികളുടെ ശേഖരണമാണ് മറ്റൊരു ആകർഷണം. ദേവസ്വത്തിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സംക്രമ വാണിഭം. പഴയ നാട്ടകം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം മുതൽ പാക്കിൽ വരെ നീളുന്നതായിരുന്നു ഒരു കാലത്ത് സംക്രമ വിപണി. കാലക്രമേണ ക്ഷേത്ര മൈതാനത്തായി സംക്രമം ചുരുങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമായണ മഹാകാവ്യത്തെ അധിക്ഷേപിച്ച് മതവികാരം വ്രണപ്പെടുത്തിയ മാധ്യമം ദിനപത്രം ഹിന്ദു സമൂഹത്തോട് മാപ്പു പറയണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ജൂലൈ 24-ന് മാധ്യമം ദിനപത്രത്തിന്റെ എല്ലാ ബ്യൂറോകളിലേക്കും ഹിന്ദു ഐക്യവേദി സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാമായണ മാസത്തിൽ ശ്രീരാമചന്ദ്രനെയും ആദികവി വാൽമീകിയെയും ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനെയും അധിക്ഷേപിച്ച മാധ്യമം ദിനപത്രത്തിന്റെ നടപടിയിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ഹിന്ദു ഐക്യവേദി നേതാക്കൾ അറിയിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള ദിനപത്രമായ മാധ്യമം കർക്കടകം 1-ാം തീയതി മുതൽ പ്രസിദ്ധീകരിച്ച രാമായണ സ്വരങ്ങൾ എന്ന പംക്തിയിലാണ് മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉള്ളതെന്ന് ഭാരവാഹികൾ പറയുന്നു. രാമായണ മഹാകാവ്യത്തെ അധിക്ഷേപിച്ച് മതവികാരം വ്രണപ്പെടുത്തിയ മാധ്യമം ദിനപത്രം ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു ആവശ്യപ്പെട്ടു. ഹിന്ദു സമൂഹത്തെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പംക്തി മാധ്യമം ദിനപത്രം പിൻവലിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ മതസംഘർഷത്തിന് കാരണമാകുന്ന ഈ പംക്തി, മതസ്പർദ്ധ വളർത്തുന്ന ഈ പംക്തി
അവർ പിൻവലിക്കാൻ തയ്യാറാവണം. ഹിന്ദു സമൂഹത്തോട് മാധ്യമം ദിനപത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മാപ്പ് പറയണം. ജൂലൈ 24-ന് മാധ്യമം ദിനപത്രത്തിന്റെ എല്ലാ ബ്യൂറോകളിലേക്കും ഹിന്ദു സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ PS പ്രസാദ്, പ്രൊഫസർ T ഹരിലാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം, ജില്ലാ സംഘടനാ സെക്രട്ടറി CD മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണം. തിരുവോണ നാളിനോടനുബന്ധിച്ച് കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഉണ്ണിയൂട്ടും തിരുവോണമൂട്ടും ഭക്തിസാന്ദ്രമായി. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉണ്ണിയൂട്ടും തിരുവോണമൂട്ടും. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടക്കുന്നത്. വ്രതശുദ്ധിയോടെ എത്തുന്ന 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് ക്ഷേത്രത്തിൽ നേദിച്ച പ്രസാദം വിളമ്പുന്നതാണ് ചടങ്ങ്. ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന മുണ്ട് ധരിച്ചാണ് കുട്ടികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഭഗവാനായി സങ്കല്പിച്ചാണ് പ്രസാദം വിളമ്പുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉണ്ണിയൂട്ടും കർക്കിടക മാസത്തിലെ തിരുവോണമൂട്ടും. ഉണ്ണിയൂട്ടിൽ പങ്കാളികളാകുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കുട്ടികൾ മാതാപിതാക്കൾ എത്തി. മേൽശാന്തി KG നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിച്ചു. വഴിപാട് നടത്തുന്നവരും കുടുംബാംഗങ്ങളും ചേർന്നാണ് പ്രസാദം വിളമ്പുന്നത്. സന്താന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ് ചടങ്ങ് നടക്കുന്നത്. കാൽകഴുകിച്ചൂട്ടും ഉണ്ണിയൂട്ടിനോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിൽ പങ്കാളികളാകാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. ഇനി നഗരത്തിൽ ഒരു സൈഡിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. പാലാ നഗരസഭയിൽ മെയിൻ റോഡിലെ വാഹന ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലാ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ, കുരിശുപള്ളി ജംഗ്ഷൻ, ടൗൺ ബസ് സ്റ്റാൻഡ് തുടങ്ങി വിവിധയിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ ഇനി ഒരു സൈഡിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂവെന്നും നഗരസഭാ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഉടൻ തന്നെ ട്രാഫിക് പരിഷ്കാരങ്ങൾ പഠിച്ച് നടപ്പിൽ വരുത്തുമെന്നും റോഡുകളിലെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും ചെയർമാൻ ഷാജു V. തുരത്തൻ പറഞ്ഞു. ഈ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനപ്രകാരം റോഡിലെ കുഴികളെല്ലാം അടക്കി മരച്ചല്ലുകളെല്ലാം മുറിച്ചു മാറ്റുന്നതിനും തീരുമാനമുണ്ട്. അതെല്ലാം സാധാരണ നടന്നു വരുന്നത്. അതൊക്കെയാണ് വെള്ളക്കെട്ടില്ലാത്ത റോഡാക്കി മാറ്റുന്നതിനാണ് കൗൺസിലിൻ്റെ തീരുമാനം. അതും പരമാവധി ഞങ്ങൾ സംയുക്തം നടത്തി വരുന്നത്. ഇപ്പോൾ നിലവിൽ ചെറിയ വെള്ളക്കെട്ടുണ്ടാകുന്ന മഴക്കാലത്ത് മാത്രം കണ്ടാൽ കൂടുതൽ വെള്ളക്കെട്ട് അത് ഓടാൻ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പാലാ പട്ടണത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു. പാലാ ട്രാഫിക് SIB സുരേഷ് കുമാറിന്റെയും നഗരസഭാ കൗൺസിലർമാരുടെയും നേതൃത്വത്തിലാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലാ. വീട്ടുമുറ്റത്തു നിന്നും ഹൈവേയിലേക്ക് ഓടിക്കയറിയ 1.5 വയസ്സുകാരൻ അനുജനെ സുരക്ഷിതമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന 9 വയസ്സുകാരൻ ആദിശേഷൻ നാടിന് അഭിമാനമായി. പൊൻകുന്നം അട്ടിക്കൽ മരുതുംവേലിൽ സന്തോഷ് വിനു ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിശേഷൻ. ശനിയാഴ്ച വൈകുന്നേരമാണ് ആദിശേഷന്റെ കുഞ്ഞനുജൻ ഹരിഗോവിന്ദ് റോഡിലേക്ക് ഓടിക്കയറിയത്. അനുജനെ വാരിയെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ദേവസ്വം KVLPG സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ ആദിശേഷനെ സ്കൂൾ മാനേജ്മെന്റും PTA ചേർന്ന് അനുമോദിച്ചു. അറിയിപ്പ്. റബ്ബർ തോട്ടങ്ങളിലെ ഇടവിള കൃഷിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് 23-ന് 10:30 മുതൽ 12:30 വരെ ഓൺലൈൻ പരിശീലനം നടത്തും. വിവരങ്ങൾക്ക് ഫോൺ 9447 710405. മരിയൻ കോളേജ് കുട്ടിക്കാനവും PDS സഹ്യാദ്രി ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്ന 1 വർഷ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി ഡിപ്ലോമ കോഴ്സിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത +2 ജയം. ഫോൺ 8281283844. കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി സീനിയർ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഇതിനായുള്ള അഭിമുഖം 30-ന് സ്കൂൾ ഓഫീസിൽ നടത്തും. വിവരങ്ങൾക്ക് ഫോൺ 9495113221. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയ്ക്ക് പുതിയ സാരഥി. 49ാമത് കളക്ടറായി ജോൺ V. സാമുവൽ ചുമതലയേറ്റു. ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് വിനോദത്തിനും ചികിത്സയ്ക്കുമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ അനൂപ് PT തെരഞ്ഞെടുക്കപ്പെട്ടു. അനൂപിന് ലഭിച്ചത് 7 വോട്ടുകൾ.
ഈരാറ്റുപേട്ട മൂന്നിലവ് കടവുപുഴയിൽ വിനോദസഞ്ചാരിയായ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് കൊല്ലം കല്ലട സ്വദേശി അഖിൽ. മൃതദേഹം പാലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.